വരാം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കഴിയുമ്പോൾ വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം എവിടെ അവസാനിക്കുകയാണ്. കർത്താവ് അതിനു മുമ്പ് വന്നില്ല എങ്കിൽ നമുക്ക് 22-ാമത്തെ വാക്യം കൂടെ പഠിക്കാം. സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞത് ഒരു എക്സാജുറേഷനായിട്ട് ചിന്തിക്കരുത്. കാരണം ദൈവജനമാകുന്ന നമ്മൾ, ദൈവത്തിൻ്റെ സഭയാകുന്ന നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതാണ് കർത്താവിൻ്റെ വരവ്. മേഘത്തിലുള്ള കർത്താവിൻ്റെ വരവ്, മേഘപ്രത്യക്ഷത, ദൈവത്തിൻ്റെ സഭയെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ, കാന്തനായ കർത്താവ് കാന്തയെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം എനി ടൈം, ഏത് സമയത്തും കർത്താവ് കടന്നു വരാം. അപ്പോഴത് പ്രത്യാശിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ മുന്നോട്ട് ആയിരിക്കാം. നമ്മൾ 22-ാമത്തെ അധ്യായമാണ് കർത്താവ് കൃപ നൽകുന്നുവെങ്കിൽ ഇന്നത്തെ പകൽക്കാലം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 22-ാമത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് നാം പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ 21 അധ്യായങ്ങളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ, ഞാൻ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. ചില മിനിറ്റുകളിൽ അതിൻ്റെ ടൈം ലൈൻസ് ഒന്ന് നോക്കുകയാണ്. അതിൻ്റെ സമയത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെ രീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, സ്വർഗാരോഹണം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുമുതലുള്ള അധ്യായങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം സഭയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് കാണുന്നത്. സഭയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചർച്ച് ഏജ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ സഭയെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ ആ പെന്തിക്കോസ്തി നാൾ മുതൽ ഇതുവരെയും ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് ചർച്ച് ഏജ് അല്ലെങ്കിൽ സഭാ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ടൈം ലൈനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ സഭയുടെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ സഭയുടെ ഉൾപ്രാപണമാണ്. സഭയുടെ ഉൾപ്രാപണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. തൻ്റെ സഭയാകുന്ന, തൻ്റെ കാന്തയാകുന്ന സഭയെ തൻ്റെ അടുക്കലേക്ക് അവിടുന്ന് ചേർക്കും. ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ച് മരിച്ച വിശുദ്ധന്മാരെല്ലാവരും കർത്താവിൻ്റെ കാഹളത്തിങ്കൽ ഉയർത്തെഴുന്നേറ്റിട്ട് അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകും. ഇപ്പോൾ ഈ നിമിഷമാണത് സംഭവിക്കുന്നതെങ്കിൽ ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ വചനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന പ്രകാരം, അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം, ആ ഒരു വലിയ രൂപാന്തരം ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിലുണ്ടായി നമ്മുടെ സ്വർഗീയ ശരീരങ്ങളെ പ്രാപിച്ച് ഈ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരോട് ചേർന്ന് അവർക്ക് ശേഷം നമ്മളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ സഭ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്ന സമയം ഈ ഭൂമിയിൽ നടക്കുന്നത് മഹോപദ്രവ കാലഘട്ടമാണ്. 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം. അപ്പോൾ കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടാൽ ആ നിമിഷം തന്നെ മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള കാലഘട്ടമാണ് ഈ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് 6 മുതലുള്ള അധ്യായങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ സമയത്ത് സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്തിലേക്കായിരിക്കാം 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപാട് പുസ്തകത്തിൽ കാന്തയുമായിട്ടുള്ള വിവാഹം സ്വർഗത്തിൽ നടക്കും. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ സമയത്ത് തന്നെ ഭൂമിയിൽ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ അനേകർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ശ്രേഷ്ഠമേറിയ സൗഭാഗ്യകരമായ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരും. അതിന് അവർ വലിയൊരു വില ഈ ഭൂമിയിൽ കൊടുക്കേണ്ടതായി വരും. വലിയൊരു ജനം പീഡിപ്പിക്കപ്പെടും, തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടും, രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരും. അവരെയൊക്കെ നമ്മൾ ദൈവവചനത്തിൽ കേട്ടതുപോലെ അവരെയൊക്കെയും മഹോപദ്രവത്തിലെ വിശുദ്ധന്മാരെന്ന് നമ്മൾ വിളിക്കും, അവരറിയപ്പെടും. ഏറ്റവും പ്രധാനമായി നമ്മൾ 144,000 144,000 പേരെ കുറിച്ച് ദൈവവചനത്തിൽ പഠിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിന്ന യഹൂദന്മാരെയാണ് കാണിക്കുന്നത്. നമ്മൾ അതൊക്കെ അതാത് അധ്യായങ്ങൾ പഠിച്ചപ്പോൾ ആ സെഷൻസിലൊക്കെ നമുക്കത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയുടെ വീഡിയോസ് ഉണ്ടല്ലോ, അതിനകത്ത് പോയി അതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അങ്ങനെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
കർത്താവിന്റെ മടങ്ങി വരവ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ദൈവസഭയോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് അവിടുന്ന് ഭൂമിയിലേക്ക് വരികയാണ്. ഹർമഗദോൻ യുദ്ധം അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഹർമഗദോൻ യുദ്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് കള്ളപ്രവാചകനെയും മൃഗം എന്ന് പറയുന്ന അന്തിക്രിസ്തുവിനെയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് എറിയുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയും. അതിനുശേഷമാണ് 1000 ആണ്ട് വാഴ്ച കർത്താവ് സംഭവിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുമ്പോൾ കർത്താവിനോടുകൂടെ വരുന്ന വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവ് യെരുശലേം ഹെഡ്ക്വാർട്ടറായി, യെരുശലേം കേന്ദ്രമായിക്കൊണ്ട് ഈ ഭൂമിയിൽ സമാധാനത്തിന്റെ ഭരണം 1000 വർഷം ഭരിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരായിരിക്കുന്നവർ, എടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ അവിടുത്തോട് ചേർന്ന് നിന്ന്, യേശു കർത്താവിനോട് ചേർന്ന് നിന്ന് ഭരണം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടുകൂടെ അന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് സാക്ഷികളായിരിക്കുന്ന മഹോപദ്രവത്തിലെ വിശുദ്ധന്മാരെയും, അതായത് മരിച്ചു പോകാത്ത അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെയും തൻ്റെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കർത്താവ് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊക്കെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കേട്ടു. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്, കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ഈ സമയത്ത് ഈ 1000 ആണ്ട് വാഴ്ച നടക്കുമ്പോൾ പിശാചിനെ തടവിലാക്കിയിരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക്, ഈ 1000 ആണ്ടിലേക്ക്. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം പിശാചിനെ തടവിൽ നിന്ന് കർത്താവ് അഴിച്ചുവിടുന്നതായിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുന്നു, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിശാച് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ജനത്തെ വശീകരിച്ച് യെരുശലേമിനെതിരെ, അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിന്റെ ആ കേന്ദ്രമാകുന്ന യെരുശലേമിനെതിരായിട്ട് കടന്നു വരും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ മുഴുവനും ദഹിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതോടുകൂടെ തന്നെ പിശാചിനെയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതോടുകൂടെ നാം അവിടെ വെള്ള സിംഹാസനത്തിലെ ന്യായവിധി കാണുവാനായിട്ട് കഴിയും. ആ വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു കളയും. അങ്ങനെയാണ് നമ്മൾ 20-ാം അധ്യായം അവസാനിപ്പിച്ചത്. 21-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മൾ കണ്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ ക്ലാസ് വീണ്ടും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചും, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്താണ്, അവിടുത്തെ ജീവിത രീതി എന്താണ്, അവിടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കുക, ഇതൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ പകൽക്കാലവും ഈ ഒരു വചനഭാഗം ഗ്രഹിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കഴിഞ്ഞ ഏറെ ആഴ്ചകളായി ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, അതാത് സമയങ്ങളിൽ വേണ്ട കൃപ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തുതിക്കുന്നു. അത് മാത്രമല്ല, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, അല്ലാതെ രീതിയിൽ ഈ ശുശ്രൂഷയെ സഹായിച്ചവരുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവവചനത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ പഠിച്ചതുപോലെ തന്നെ ഇത് വായിക്കുന്നവന്, ഇത് കേൾക്കുന്നത്, ഇത് കേൾപ്പിക്കുന്നത്, ഇതെല്ലാം അനുഗ്രഹമായിട്ട് തീരും. ബ്ലെസ്ഡ് ആർ ദ പീപ്പിൾ. ഇത് പഠിപ്പിക്കുന്നവൻ അനുഗ്രഹമാണ്, ഇത് പഠിക്കുന്നവൻ അനുഗ്രഹമാണ്, ഇത് കേൾക്കുന്നവൻ അനുഗ്രഹമാണ്, ഇത് ഷെയർ ചെയ്യുന്നവൻ അനുഗ്രഹമാണ്, ഇത് മറ്റൊരാളിൽ എത്തിക്കുന്നവൻ അനുഗ്രഹമാണ്. ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകതയാണ് അനുഗ്രഹം. കർത്താവ് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 22-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 22-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനിധിയും അവൻ എന്നെ കാണിച്ചു. അപ്പോൾ യോഹന്നാൻ ഇവിടെ പറയുകയാണ്, ദൂതൻ കാണിച്ചു കൊടുക്കുന്ന ദർശനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന് വീണ്ടും ഒരു ദർശനം ദൂതൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? കുഞ്ഞാടിന്റെയും അതുപോലെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജല നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജീവജല നദിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഒരേ ഒരിടത്ത് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അത് ഈ വെളിപാട് പുസ്തകത്തിലാണ്. എന്നാൽ സമാനമായ ഒരു ട്രാൻസ്ലേഷൻ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ പുറപ്പെടും. പക്ഷെ നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ ആ ജീവജല നദി അല്ല ഈ ജീവജല നദി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ജീവജലനദി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇത് ഒരു ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, ഒരു റിയൽ ആയിരിക്കുന്ന ഒരു ജീവജല നദിയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്കൊക്കെ ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതിനൊക്കെ അപ്പുറമായിട്ടുള്ളതാണ്. അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമേസിങ് എന്ന് പറഞ്ഞാൽ, വളരെ അതിശയോക്തിപരമായിട്ടാണ് നാം ഇത് വായിക്കുന്നത്. ഇത് അതിശയോക്തിയാണെങ്കിൽ തന്നെയും, അതിശയോക്തിയാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ തന്നെയും അത് അതിശയോക്തിയല്ല. ദീസ് ആർ ദ റിയൽ തിങ്സ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ. ഇതൊരു സംഭവിക്കുവാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുവാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അതിശയോക്തി എന്ന് പറയുന്നത് അവിശ്വാസത്തിൽ നിന്ന് വരുന്ന അതിശയോക്തിയല്ല. പിന്നെയോ ഇത്ര ശ്രേഷ്ഠമേറിയിരിക്കുന്ന, ഇത്ര മനോഹരമായിരിക്കുന്ന, മനുഷ്യന്റെ കണ്ണുകൾക്കോ മനുഷ്യന്റെ ചിന്തകൾക്കോ മനുഷ്യന്റെ ബുദ്ധിക്കോ കോംപ്രിഹെൻഡ് ചെയ്യുവാൻ തക്കവണ്ണം, ഉൾക്കൊള്ളുവാൻ കഴിയാത്തവണ്ണം ഇത്ര ശ്രേഷ്ഠമേറിയ ചില അനുഭവങ്ങളാണല്ലോ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുക. ഇവിടെ പറയുന്നു, ഈ ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയൽ റിവർ. ഇത് എന്തെങ്കിലും ഒരു സിമിലിയോ, ഒരു ദൃഷ്ടാന്തമോ, അല്ലെങ്കിൽ ഒരു ഉപമയോ, അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ചിത്രീകരണമോ ഒന്നുമല്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി ദെയർ. എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ച്. ഇതൊരു പളുങ്ക് നദിയാണ്. അത് മാത്രമല്ല, രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു, വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അപ്പൊ ഈ നദിയുടെ രണ്ടു വശത്തും ജീവവൃക്ഷമുണ്ട്. ഇതിനെക്കുറിച്ച് തിയോളജിയൻസിന്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെ മധ്യത്തിൽ ഒരു ഡിബേറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ ജീവവൃക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സിംഗുലറിലാണ്. ഒരേ ഒരു ജീവവൃക്ഷമേ ഉള്ളൂ. നമുക്കറിയാം, ജീവവൃക്ഷം എന്നുള്ളത് ഇവിടെ മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, 2-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ജീവവൃക്ഷത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അത് പല വൃക്ഷങ്ങൾ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ 2 വൃക്ഷത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവം അവിടെ പറയുന്നു. യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഒന്ന് ജീവവൃക്ഷവും മറ്റേത് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ഫലമുണ്ടാക്കുന്ന വൃക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് മാത്രമല്ല, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും, ജീവവൃക്ഷത്തിലേക്ക് ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ആദമും ഹവ്വയും കടന്നു ചെന്ന് വീണ്ടും ആ ഫലം പറിച്ച് ഭക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം അവിടെ കെരൂബുകളെ കാവലാക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. തീജ്വാലയുള്ള വാളുകളുമായിട്ട് കെരൂബുകൾ കാത്തു നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമേ. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്, ആദമിനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്, അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് ശ്രേഷ്ഠമേറിയ ആ ദൈവികതയിൽ, ആ ശ്രേഷ്ഠതയിൽ, ആത്മീയതയിൽ ദൈവസംസർഗം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളായ ആദമും ഹവ്വയും they took a wrong choice. അവര് തെറ്റായ ഒരു തീരുമാനമെടുത്തു. ആര് മൂലം? പിശാച് മൂലം. പിശാച് അവരെ വഞ്ചിച്ചത് കൊണ്ട് അവർ തെറ്റായ ഒരു വൃക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, ഡിസൊബീഡിയൻസ് അവിടെ നമുക്ക് കാണും. അനുസരണക്കേട് കാണിച്ചിട്ട് അവര് മരിക്കുക, ആത്മീയമായി മരിക്കുക മാത്രമല്ല, ഭൗതികമായ മരണം അവരിലേക്ക് കടന്നു വരിക മാത്രമല്ല ചെയ്തത്, അവർ ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ പുസ്തകത്തിന്റെ അവസാനം ശ്രേഷ്ഠമേറിയ, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഒരേ ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടെടുപ്പാണ്. മനുഷ്യന്റെ, അതായത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ, ദൈവസംസർഗം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ, ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ മടങ്ങിവരവ്, അല്ലെങ്കിൽ അവന്റെ വീണ്ടെടുപ്പാണ് ഈ 66 പുസ്തകങ്ങളിലും നമ്മൾ കാണുന്ന ഒരേ ഒരു പ്രമേയം. അത് പല രീതിയിൽ, പല പിക്ചറിൽ, പല ആംഗിളിൽ പരിശുദ്ധാത്മാവ് അതിനെ ക്രമീകരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോടുകൂടെ വസിക്കുന്ന ആ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണെന്നറിയാമോ? അവന് നഷ്ടപ്പെട്ടു പോയ ജീവവൃക്ഷം അവന് മടക്കി കിട്ടുകയാണ്. ആ ജീവവൃക്ഷത്തെ ഭക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠമേറിയ അനുഭവം ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ തിയോളജിയൻസ് തമ്മിലുള്ള ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ജീവവൃക്ഷം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവവൃക്ഷം എന്ന് പറയുമ്പോൾ ചില തിയോളജിയൻസ് പറയുന്നത് ഇത് നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആ ജീവവൃക്ഷത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് വായിച്ചു നോക്കുമ്പോൾ, ഈ 2-ാമത്തെ വാക്യം വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നദിക്ക് അക്കരയും ഇക്കരയും ജീവവൃക്ഷമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ സൂചന. അത് മാത്രമല്ല, അവിടെ മാസം തോറും അതത് ഫലം കായ്ക്കത്തക്കവണ്ണം ഈച്ച് ട്രീ വിൽ ഗിവ്
ഇറ്റ്സ് ഓൺ ഫ്രൂട്ട് ഇൻ ഓൾ ദി 12 മന്ത്സ്. ഓരോ മാസത്തിലും അതാത് ഫലം അത് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ജീവവൃക്ഷമുണ്ട് എന്നാണ് നമുക്ക് ഇവിടെയുള്ള ധ്വനി. സഹോദരങ്ങളെ, ചില തിയോളജിയൻസ് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ദൈവം തന്നെ ഈ ഈ പുതിയ ഈ സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ ഈ നമ്മളിവിടെ കാണുന്ന ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവം തന്നെ ആ സമസ്വഭാവത്തിലുള്ള ജീവവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണെന്നാണ് ചില തിയോളജിയൻസ് അവകാശപ്പെടുന്നത്. ചിലർ പറയുന്നു ഈ ഒരു ജീവവൃക്ഷത്തിന്റെ ബ്രാഞ്ചസ് രണ്ടു വശവും മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വാട്ട് എവർ ബി ഇറ്റ്, ഇതൊരു ഡിബേറ്റ് സബ്ജക്റ്റ് ഒന്നുമല്ല, നമുക്കിത് വിഷയമൊന്നുമല്ല. പക്ഷെ നമുക്കൊന്നറിയാം, നമ്മൾ ജീവവൃക്ഷത്തിന്റെ ഫലം അങ്ങ് തിന്നും. ഹല്ലേലൂയ. ആദമനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ ജീവവൃക്ഷത്തിന്റെ ഫലം അങ്ങ് തിന്നും. അത് മാത്രമല്ല, നമുക്ക് പ്രത്യാശയോടെ കാണാൻ പറ്റും ഈ ജീവവൃക്ഷം എങ്ങനെയാ ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ചിലർ പറയുന്നുണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് ആപ്പിൾ പോലായിരുന്നു, അങ്ങനെയൊക്കെയല്ലേ ചിലർ പഠിപ്പിക്കുന്നത്. ഹവ്വ ആപ്പിൾ പറിച്ച് തിന്നെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഭാവനയിൽ പലതും കാണുന്നു. പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ശ്രേഷ്ഠമേറിയ മഹാഭാഗ്യമുള്ള, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട ഈ വസ്തുതകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. നമുക്കൊരു കാര്യം അറിയാൻ പറ്റും, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്ന ടൈം സോണിന് സമയപരിധിക്ക് അപ്പുറത്താണ്. സ്വർഗത്തിലെത്തുമ്പോൾ സമയമില്ല, അവിടെ ഒരിക്കലും സമയമില്ല. കാരണം സമയം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തിനാണ് ഈ 12 മാസം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് തിയോളജിയൻസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മനുഷ്യനോടുകൂടെ ദൈവം വസിക്കുമ്പോൾ, ദൈവം, അതായത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അത്യുന്നതനായ ദൈവം സമയപരിധിക്കുള്ളിലേക്ക് കടന്നു വന്ന് ടൈം സോണിന് കീഴ്പ്പെട്ട് 33 വർഷക്കാലം ഇരുന്നത് പോലെ, അങ്ങനെയാണ് ചില തിയോളജിയൻസ് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് മനുഷ്യൻ വസിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് ഒരു ടൈം സോൺ സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് ഏജിങ് അല്ല. ഇപ്പൊ നമുക്കറിയാം 12 മാസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയും, പിന്നെ അടുത്ത 12 മാസം കഴിയുമ്പോൾ ഒരു വർഷം കൂടെ കഴിയും. ആ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇവിടെയുള്ള ജീവജാലങ്ങളുടെയൊക്കെയും പ്രായം കൂടി വരും, അല്ലേ? നമ്മുടെ ഓരോ 12 മാസവും ഈ ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രായം കൂടിക്കൊണ്ട് വരുമല്ലോ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ടൈം സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ, മാസങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഏജിങ് ഇല്ല, അല്ലെങ്കിൽ പ്രായമാകുന്ന ഇത്ര വർഷം കഴിഞ്ഞുപോയി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സെറ്റിംഗ് ഇല്ല. എഗെയിൻ ഐ സേ, ഇതൊക്കെ തിയോളജിയൻസിന്റെ ഡിബേറ്റ് ആണ്. ഇതൊക്കെ വചനം പഠിച്ചിട്ട് അവരത് ഡിബേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വാക്യങ്ങൾ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല. സ്വർഗത്തിൽ പിന്നെ എങ്ങനെ ഈ 12 മാസം എന്നുള്ളത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, തിയോളജിയൻസ് അവര് ആ മൂലഭാഷകളൊക്കെ പഠിച്ചിട്ട് അവരവരുടെ ഫൈൻഡിങ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുക. പക്ഷേ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ വിഷയം, സമയം 12 മാസം ഉണ്ടോ ഇല്ലയോ, അത് ജാനുവരി മുതൽ ഡിസംബർ വരെയാണോ, അല്ലെങ്കിൽ പിന്നെ ചിങ്ങം, കന്നി, തുലാം, മലയാളത്തിൽ പറയുന്ന പോലുള്ള മാസങ്ങളാണോ, വാട്ട് എവർ ബി ഇറ്റ്. പക്ഷെ ഒന്ന് നമുക്കറിയാം, രാത്രിയും പകലും നിത്യയുഗങ്ങൾ നാം നമ്മുടെ കർത്താവിനോട് കൂടെ വാഴും. ജീവവൃക്ഷത്തിന്റെ ഫലമൊക്കെയും തിന്ന് നമ്മൾ വാഴും. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണമേ, ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ ഭക്ഷണം ഉണ്ടെന്നുള്ളതാ അർത്ഥം, അല്ലേ? അപ്പൊ സ്വർഗത്തിൽ ഭക്ഷണമുണ്ടെങ്കിൽ സ്വർഗത്തിൽ ശരീരമുണ്ട്. നമ്മൾ പ്രാപിക്കുന്ന ആത്മീകമായ സ്വർഗീയമായ ശരീരം നമുക്കുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we have no scripture to explain such type of things there. പലർക്കും നമുക്ക് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ കടന്നു വന്നേക്കാം. ഈ ഭക്ഷണം പറിച്ച് തിന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ പോലെ തന്നെ ശരീരമല്ലേ അത്? ശരീരം വളരത്തില്ലേ? അല്ലെങ്കിൽ എന്താ, ആരോഗ്യം വരത്തില്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ ചെന്നാൽ അവിടെ കണ്ണുനീരില്ല, മരണമില്ല, ദുഃഖമില്ല, പ്രായമില്ല, ഇതൊന്നും സ്വർഗത്തിലില്ല. പിന്നെ ഇത് എന്തിനാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് മാത്രമേ ചിന്തിക്കാനായിട്ട് പറ്റൂ, ജസ്റ്റ് ഫോർ അവർ എൻജോയ്മെന്റ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്ലഷറാണ്, എൻജോയ്മെന്റ് ആണ്. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് ഫലം പറിച്ച് തിന്നാം. ഐ ഡോണ്ട് നോ, നമ്മുടെ ഹ്യൂമൻ മൈൻഡ് കൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് പറ്റത്തില്ല സഹോദരങ്ങളെ. പിന്നെ അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇവിടെ ഈ ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ജാതികളെ കുറിച്ചല്ല, പല ജാതികളിൽ നിന്ന്, പല വംശങ്ങളിൽ നിന്ന് അവിടെ എത്തിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കാണിക്കുന്നതിന് വേണ്ടി ആ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ മാത്രമാണ്. അല്ലാതെ സ്വർഗത്തിൽ ഒരിക്കലും ജാതികളില്ല. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒരിക്കലും ജാതികളില്ല. ഈ ജാതികൾ, നേഷൻസ് എന്ന് പറയുന്നത്, വി ഓൾ ദെയർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എല്ലാ നാഷണാലിറ്റീസിൽ നിന്നും, എല്ലാ ദേശങ്ങളിൽ നിന്നും, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, വർഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുദിനം നമുക്ക് ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അവിടെ. അതായത്
നോ ഏജിങ് വിൽ ബി ദെയർ. അവിടെ രോഗങ്ങളില്ല, ദുഃഖങ്ങളൊന്നുമില്ല. ആ ഒരു അർത്ഥത്തിലാണ് അതവിടെ എഴുതിയിരിക്കുന്നതായിട്ട് തിയോളജിയൻസ് അവകാശപ്പെടുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ വേറെ മരുന്നൊന്നും ഡോക്ടേഴ്സൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. അവിടെ തന്നെ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഇല പറിച്ച് തിന്നുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ആരോഗ്യം കിട്ടും എന്നുള്ളതാണ് അവിടെ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. എഗെയിൻ ലെറ്റ് മീ ടെൽ യു മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, നമ്മൾ ഇതിനകത്ത് ഓരോ വാക്യങ്ങളിലേക്ക് നോക്കി പുതിയ തിയോളജി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാതെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. എനിക്കവിടെ ജീവിക്കുവാൻ വേണ്ടതെല്ലാം എനിക്കവിടെ ഉണ്ട്. ഹല്ലേലൂയ. എനിക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. വേറൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് നീഡ് എനി മോർ എക്സ്പ്ലനേഷൻ ഓൺ എനിത്തിങ്. ഒന്ന് മാത്രം എനിക്കറിയാം, എനിക്കൊന്നിനും അവിടെ കുറവുണ്ടാവത്തില്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കെല്ലാം കിട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് നമ്മൾ നോക്കിയ ദൈവമക്കളെ, നമ്മൾ എന്തിനെല്ലാം പിന്നാലെ ഓടണം. കഴിക്കാൻ വേണ്ടിയുള്ള വിഷയത്തിന് ഓടണം, കുടിക്കാൻ വേണ്ടിയുള്ള വിഷയത്തിന് ഓടണം, താമസിക്കുവാനുള്ള സ്ഥലത്തിന് ഓടണം, ധരിക്കുവാനുള്ള വസ്ത്രത്തിന് വേണ്ടി ഓടണം. അത് മാത്രമോ മറ്റെന്തെല്ലാം വിഷയങ്ങൾ. പക്ഷെ ഈ വാക്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട, ഒന്നിനെക്കുറിച്ചും വേദനിപ്പിക്കേണ്ട. കർത്താവിനോട് കൂടെ നമ്മൾ ജീവിക്കും. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശാപത്തിന്റെ ഒരു അധ്യായമാതല്ലേ. മനുഷ്യന് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവത്തെ വേദനിപ്പിച്ചപ്പോൾ, ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിന്നപ്പോൾ ശാപങ്ങൾ വന്നു. ആർക്കൊക്കെ വന്നു? പാമ്പിനെ ശപിച്ചു, അതായത് പിശാചിനെ ദൈവം ശപിച്ചു. ഹൗവയെ ദൈവം ശപിച്ചു. ആദമിനെ ദൈവം ശപിച്ചു. ആദമിനോട് കൂടി അതായത് ഭൂമിയെയും ദൈവം ശപിച്ചു, അല്ലെ? നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ശപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, പാപം ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും മേൽ ആ ശാപം വന്നു. അതിലെല്ലാം ഡീക്കേയിങ് വന്നു. അത് മാത്രമല്ല, ആ ശാപം അവരുടെ മേൽ വന്ന നിമിഷം തന്നെ അവരിലേക്ക് മരണത്തിന്റെ ആത്മാവ് കടന്നു. അവരുടെ കോശങ്ങളിലേക്ക് മരണം കടന്നു. അതാണ് അന്ന് മുതൽ തന്നെ ഈ ജീവജാലങ്ങളെല്ലാം നശിക്കുന്നത്. നമുക്കറിയാം, എന്നും നിലനിൽക്കുന്ന ഒരു സസ്യം ഈ ഭൂമിയിലുണ്ടോ? എന്നും നിലനിൽക്കുന്ന ഒരു ജീവി ഈ ഭൂമിയിലുണ്ടോ? എന്നും നിലനിൽക്കുന്ന ഒരു മൃഗം ഈ ഭൂമിയിലുണ്ടോ? മനുഷ്യനെന്നും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിലേക്ക് ഡെത്ത് കടന്നു വന്നു പാപം മൂലം. ഇവിടെ വചനം പറയുകയാണ്, ഇനി ആ ശാപം ഉണ്ടാകുകയില്ല. കാരണം ആ ശാപം കാൽവറി ക്രൂശിൽ എന്നേക്കുമായി തീർന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഈ സ്വർഗത്തിലായിരിക്കുന്ന ദൈവജനത്തിന്റെ മുഴുവനും ശാപം യേശു കർത്താവ്, ഹല്ലേലൂയ, തന്റെ ക്രൂശ് മരണത്തിലൂടെ നീക്കി. ഹല്ലേലൂയ. നമ്മളെല്ലാവരും റെഡീംഡ് ആയി തീർന്നത് നമ്മുടെ മേൽ വന്ന ആദമിന്റെ ശാപം, ആദമിലൂടെ വന്നിരുന്ന ശാപം, അല്ലെങ്കിൽ ആദമിന്റെ ഡിസെൻഡൻസ്, ആദമിന്റെ പിൻഗാമികൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ മേൽ നിന്ന് വന്ന ശാപം, ദൈവത്തിൽ നിന്ന് വന്ന ശാപം കംപ്ലീറ്റ് മാറി. ഇവിടെ ഈ സ്വർഗത്തിൽ ഇനി ശാപമില്ല. ആ ശാപം മൂലം ഒരു ഭാരമോ ഒരു കഷ്ടമോ ഒരു വേദനയോ ഒരു ഒന്നും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടില്ല. അവിടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമേറിയ ഒരു ജീവിത അനുഭവമായിരിക്കും സഹോദരങ്ങളെ അവിടെ, അല്ലേ? നമുക്ക് ഇരുന്ന് ചിന്തിക്കാനായിട്ട് ഒരു വിഷയവുമില്ലെന്നവിടെ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ അവിടെ നോക്കി, നമുക്ക് ഒന്നേ ഉള്ളവിടെ, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, കർത്താവിനെ ആരാധിക്കും, കർത്താവിനെ പുകഴ്ത്തും. അതിന്റെ അർത്ഥം ദൈവസഭയിലോട്ട് നമ്മൾ കടന്നു എന്ന് കൈകൊട്ടി ആരാധിക്കുന്നത് പോലെ എപ്പോഴും അവിടെ നിന്ന് കൈകൊട്ടി ആരാധിക്കുമെന്നുള്ളതല്ല അതിന്റെ അർത്ഥം സഹോദരങ്ങളെ. ആരാധന എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്ന കാര്യമല്ല. ആരാധന എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവമക്കൾക്ക്, യഥാർത്ഥ ദൈവദാസി ദാസന്മാർക്കറിയാം, ആരാധന എന്ന് പറയുന്നത് 24 മണിക്കൂറുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ഭക്ഷിക്കുമ്പോഴും നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഹൃദയത്തിൽ. അപ്പൊ സ്വർഗത്തിൽ ആ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. പലപ്പോഴും ചിലർ ചിന്തിക്കും, ദൈവവചനത്തിന്റെ പരിജ്ഞാനമില്ലായ്മ കൊണ്ട് നമ്മൾ ചിന്തിക്കും, അവിടെ വലിയൊരു ആരാധനാലയം ഉണ്ടാകും, അപ്പോഴെപ്പോഴും നമ്മൾ ആരാധനാലയത്തിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തെ നോക്കി ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പലരും തെറ്റിദ്ധരിക്കും. അതായത് നാട്ടിലെയൊക്കെ ദുഃഖ വെള്ളിയാഴ്ച ഉണ്ട്. ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ചിലർക്ക് സന്തോഷം, ചിലർക്ക് ദുഃഖവുമാണ്. എന്ന് പറഞ്ഞാൽ ദുഃഖം ആർക്കാന്നറിയാമോ? അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ 6-7 മണിക്കൂർ അതിനകത്ത് നിന്നിട്ട് വേണമല്ലോ വെളിയിലോട്ട് ഇറങ്ങാനെന്നുള്ളത്. അങ്ങനത്തെ ദുഃഖ വെള്ളിയാഴ്ച പരിപാടികളൊന്നും സ്വർഗത്തിലില്ല സഹോദരങ്ങളെ. നമ്മളെല്ലാവരും കൂടെ ഒരു മുറിക്കകത്ത് കയറി, എല്ലാവരും കൂടെ ഒരു ആലയത്തിൽ കയറി, ദൈവം അവിടെ മുന്നിൽ കസേരയിൽ സിംഹാസനത്തിലിരിക്കുന്നു, അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടല്ല. അത് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടാണ്. സ്വർഗത്തിൽ എന്നാൽ എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഒന്നെനിക്കറിയാം, അവിടെ ആർക്കും ഒരു ബോണ്ടേജും ഇല്ല, ആർക്കും ഒരു ബോറടിയും ഇല്ല, ആർക്കും ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ.
നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച് വസിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. 4-ാമത്തെ വാക്യം, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അവർ അവന്റെ മുഖം കാണും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആഗ്രഹമാണ് കർത്താവിന്റെ മുഖം കാണുക എന്നുള്ളത്. അന്നത് സംഭവിക്കും. കർത്താവിന്റെ മുഖം നമ്മൾ എല്ലാവരും കാണും. അത് മാത്രമല്ല, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. നമ്മുടെ എല്ലാവരുടെയും നെറ്റിയിൽ അവിടുത്തെ നാമത്തെ മുദ്ര ചെയ്യും. എന്ന് പറഞ്ഞാൽ വി ബിലോങ് ടു ഹിം. നമ്മളെല്ലാം കർത്താവിന്റെ സ്വന്തമാണെന്ന്. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, വില കൊടുത്ത് വാങ്ങപ്പെട്ട ഒരു ജനമാണ് നമ്മുടെ സാധനങ്ങളുടെ മേൽ നമ്മുടെ പേരെഴുതത്തില്ലയോ? നമ്മുടെ പേര് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം അവരുടെ പുസ്തകത്തിലും ബുക്കുകളിലും അവരുടെ പേരെഴുതി വെക്കും. അതിന്റെ അർത്ഥം എന്തുവാ? അത് അവരുടേതാന്നാ, വേറെ ആരുടേതുമല്ലെന്നാ, അല്ലേ? നമ്മൾ വസ്തുക്കളും അല്ലെങ്കിൽ അസറ്റോ വീടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ടൈറ്റിൽ ഡീഡ്സിൽ, അതിന്റെ അധികാര പത്രങ്ങളിലൊക്കെ നമ്മുടെ പേരുകൾ എഴുതി വെക്കും. എന്ന് പറഞ്ഞാൽ ഇത് എന്റേതാണെന്നാ, അല്ലേ? അതുപോലെ കർത്താവിന്റെ പേര് നമ്മുടെ നെറ്റിമേൽ മുദ്ര ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീകാർത്ഥം ഇതാണ്: അവിടെയുള്ള എല്ലാവരും കർത്താവിന്റെ സ്വന്തമായിരിക്കും. കർത്താവിൻ്റെതല്ലാത്തവരാരുമില്ല അവിടെ. എന്റേതെന്ന് പറയാനൊന്നുമില്ല. പ്രൈസ് ഗാഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 5-ാമത്തെ വാക്യം പറയുന്നു, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ലെന്ന്. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം പോയി കഴിഞ്ഞു, നമുക്കറിയാമല്ലോ. അതൊക്കെ പഴയ ഭൂമിയിലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്, പഴയ ആകാശത്തിലായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ കുഞ്ഞാടും ദൈവവും അവിടെ ഉള്ളത്, അല്ലേ? കുഞ്ഞാട് ഇതിന്റെ വിളക്കായിട്ട് നിൽക്കുകയാ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രഭയാണ് അവിടെ. അവിടെ ഇരുട്ടിനി ഇല്ല. ഇരുട്ട് ഭൗതികമായ ഇരുട്ടല്ല, ജീവിതങ്ങളിലും ഇനി ഇരുട്ടില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇനി വെളിച്ചത്തിന്റെ ആവശ്യമില്ല. പവർ കട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നാട്ടിൽ ഉണ്ടാവത്തില്ല, കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടാവത്തില്ല. കറണ്ട് ചാർജ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്നും പൈസ കൂടിയെന്നും കുറഞ്ഞെന്നും ഒന്നുമില്ല. ഹല്ലേലൂയ. അമേസിംഗ് ലൈഫ്, സ്വർഗം. ഹല്ലേലൂയ. നമുക്ക് തരാൻ പോകുന്നത് അതാണ്. പ്രൈസ് ഗോഡ്. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ രാജകീയ പ്രൗഢിയിൽ, ആ രാജകീയ സന്തോഷത്തിൽ, ആ റോയൽ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ജീവിക്കുമെന്ന്. അവിടെ ദരിദ്രനില്ല, വലിയവനെന്നും ചെറിയവനെന്നും ഇല്ല, എല്ലാവരും ഒരേ ലെവലിലായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന വാക്യമാണ്, ആൻഡ് there shall be no night there, need no candle, neither light of the sun, for the Lord God gives them light, and they shall reign forever and ever. രാജാക്കന്മാരെ പോലെ വാഴും, എന്നേക്കുമായി വാഴുമെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. ഇതെന്തിനാണെന്നറിയാമോ? ഇടയ്ക്ക് അങ്ങോട്ട് വാക്യം കൊണ്ടുവച്ചത്. യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാ. നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട, ഇത് കടങ്കഥയാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മളെ കോൾമേർക്കുള്ളിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇമോഷണൽ ആക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ലെവലിലേക്ക് നമ്മളെ പൊക്കിയെടുക്കുന്ന ഒരു അനുഭവം ഒന്നുമല്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി റിയൽ. ഇത് യാഥാർത്ഥ്യമായിരിക്കും. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. നിങ്ങൾ ഈ കേൾക്കുന്ന മുകളിൽ കേട്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം. മാർക്ക് മൈ വേർഡ് എന്നാണ് യോഹന്നാൻ പറയുന്നത്. എന്റെ വാക്ക് നിങ്ങളെ വിശ്വസിക്കുക, ഇത് സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. അതിൻ പ്രകാരം ആ ദൂതൻ യോഹന്നാനോട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. 7-ാമത്തെ വാക്യം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ അധ്യായത്തിൽ തന്നെ 22-ാമത്തെ അധ്യായത്തിൽ 3 പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. അത് മാത്രമല്ല, ഈ 27-ാമത്തെ വാക്യത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ബ്ലസ്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു ബ്ലസ്ഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ? ബിഹോൾഡ് ഐ കം ക്വിക്ലി, ബ്ലസ്ഡ് ഈസ് ഹി ദാറ്റ് കീപ്സ് ദി സേയിങ്സ് ഓഫ് ദി പ്രൊഫസി ഓഫ് ദിസ് ബുക്ക്. അതായത് ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ 8 ബി ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, 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 ഭാഗ്യവാന്മാർ എന്നുള്ള ലിസ്റ്റ് താഴേക്ക് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട് ബി ആറ്റിറ്റ്യൂഡ്സ്. 7 ബി ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, 7 ബി ആറ്റിറ്റ്യൂഡ്സ്. ബ്ലസ്ഡ് ആർ എന്ന് പറഞ്ഞ് 7 ബി ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അവസാനത്തെ 2 ബി ആറ്റിറ്റ്യൂഡാണ് ഈ 22-ാമത്തെ അധ്യായത്തിൽ കാണുന്ന. ഈ ആദ്യം കാണുന്നതാണ് ഈ 1-ാമത്തേത്.
നമ്മൾ ഈ വെളിപാട് പുസ്തകം മുഴുവൻ പരിശോധിക്കാമെങ്കിൽ 7 ബ്ലെസ്ഡ് ആർ എന്ന് പറഞ്ഞ് 7 ബി ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 2 22-ാമത്തെ അധ്യായത്തിലാണ്. അതിലെ ആദ്യത്തേതാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവസന്നിധിയിലുള്ള ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അതനുസരിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഭാഗ്യവാനാ ദൈവസന്നിധിയിൽ. ഈ ലോകത്തിലുള്ള ഭാഗ്യമല്ല, എന്നും നിലനിൽക്കുന്ന ഭാഗ്യമായ സ്വർഗത്തിലുള്ള ഭാഗ്യം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ തിരിച്ചു ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകണം. അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. 8-ാമത്തെ വാക്യം, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ്ടും നമസ്കരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഓവർവെമിങ് എക്സ്പീരിയൻസ്. മനസ്സിലായല്ലോ? എക്സൈറ്റ്മെന്റ് അങ്ങ് കൂടിക്കഴിഞ്ഞപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആ ദൂതന്റെ കാൽക്കൽ വീണു എന്നാണ് അവിടെ പറയുന്നത്. അല്ലാതെ ദൂതനെ ആരാധിക്കുവാൻ തക്കവണ്ണം വീണെന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം യോഹന്നാന് നന്നായിട്ട് അറിയാം കർത്താവിനെ ആരാധിക്കേണ്ടി എന്നുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, കർത്താവിന്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്നതൊക്കെ കണ്ടു. ഇവിടെ യോഹന്നാൻ ആ ദൂതന്റെ മുമ്പാകെ വീണ് ഔട്ട് ഓഫ് എക്സൈറ്റ്മെന്റ്. അപ്പോൾ ദൂതൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്തിലെ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. വി നോ ദാറ്റ് ഇറ്റ് ഈസ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദൂതന്മാരെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിമോണിക്. ദൂതന്മാരെ ആരാധിക്കുന്നത് ഡിമോണിക് ആണ്. ലോകത്തിലെ മനുഷ്യരെ ആരാധിക്കുന്നത് ഡിമോണിക് ആണ്. അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ആരാധിക്കുന്നത് ഡിമോണിക് ആണ്. ഇവിടെ നോക്കിയ ദൈവത്തെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ദൂതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒന്ന് തീമോത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. നമുക്കറിയാം. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നത് അത്യുന്നതനായ ദൈവം മാത്രമാണ്, ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള മനുഷ്യരാരും തന്നെ, ദൂതന്മാരാരും തന്നെ, ലോകത്തിലുള്ള വിശുദ്ധന്മാരെന്ന് പറഞ്ഞവരാരും തന്നെ ആരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യനായവൻ സർവശക്തനായ ദൈവം മാത്രം. ദൂതൻ പറയുകയാണ് ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ 1-2 ഇടത്ത് ദാനിയേലിനോട് ദൂതൻ പറയുന്നുണ്ട് ഇതിനെ അടച്ച് മുദ്രയിട്ട് വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാനുള്ള സമയമായിട്ടില്ല, നീ അടച്ച് മുദ്രയാക്കി ഇട്ട് വെച്ചേക്കുക എന്ന് ദാനിയേലിനോട് പറയുന്നതായിട്ട് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോട് പറയുകയാണ് ഇത് സംഭവിച്ചു തീർന്നു, ഇനി നീ മുദ്രയിടാൻ പോകണ്ട, അത് തുറന്നു തന്നെ വെച്ചേര്, ഇത് ഓരോന്നോരോന്നായിട്ട് സംഭവിക്കുകയാണ് എന്നാണ് നിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. അവൻ പിന്നെ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇത് വായിക്കുന്നവരോട് കർത്താവ് പറയുകയാ, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത്രയും കാലങ്ങളിൽ സ്വർഗം മനുഷ്യന് വേണ്ടി ചെയ്യാനുള്ളത്, വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്യാനുള്ളത്, തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ളത്, ചെയ്യുവാനുള്ളത്, പാപത്തെ ജയിക്കുവാനുള്ള വഴികൾ, ലോകത്തെ ജയിക്കുവാനുള്ള വഴികൾ, നിത്യതയിലേക്കുള്ള എത്തുവാനുള്ള വഴികൾ എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇനിയും ആർക്കെങ്കിലും ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കുവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, തങ്ങളുടെ വഴിയിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ വഴിയിലേക്ക് പോകട്ടെ എന്ന് ദൈവം തന്നെ പറയുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊരു വലിയ വാണിംഗാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ഒരു പരിധി വരെ ദൈവം നമ്മളോട് പല കാര്യങ്ങളും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഒരു പരിധി വരെ കർത്താവ് നമ്മളോട് സംസാരിക്കും പലതും. അവിടെ നമ്മുടെ പിന്നാലെ വരും. പലതവണ വീണിട്ടും കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. പല സാഹചര്യങ്ങളിലും കർത്താവ് നമ്മളോട് കൂടെയിരിക്കും. നമ്മുടെ ബലഹീനതകൾക്ക് കർത്താവ് തുണ നിൽക്കും. പക്ഷേ ഒരു സമയം വരും കർത്താവ് ഒരു പക്ഷെ കൈവിട്ടു പോകും. കാരണം ഇനഫ്, ഇത് മതി. ഇവിടെ പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തോട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാവട്ടെ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അനീതി ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നു, നീ മടങ്ങി വാ എന്ന്. ഇവിടെ കർത്താവ് അവസാനം എന്ന് പറയുകയാണ്, ഇനിയും നിനക്ക് ഇത്രയൊക്കെ വായിച്ചിട്ടും, ഇത്രയൊക്കെ പഠിച്ചിട്ടും, ഇത്രയൊക്കെ എൻ്റെ ശബ്ദം കേട്ടിട്ടും, കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ എൻ്റെ സ്നേഹം നീ കണ്ടിട്ടും വീണ്ടും അനീതി ചെയ്യുവാനാണ് നീ പോകുന്നതെങ്കിൽ നീ ഇനി പോയി അനീതി ചെയ്തോ. അഴുക്കാകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ അഴുക്കായിക്കൊള്ളട്ടു.
അതുപോലെ നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവ് വീണ്ടും ആ മുന്നറിയിപ്പ് തരികയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മൾ കേട്ടല്ലോ, 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഇത് 2-ാമത്തെ പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ടൈമിനെ കുറിച്ചല്ല പറയുന്നത്, ഇന്ന് വരുമെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. വേഗം വരുന്നു എന്നുള്ളതിന് ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി, അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഐ കം ഇമ്മീഡിയറ്റ്ലി, സഡൻലി, പെട്ടെന്ന് ഞാൻ വരുമെന്നാണ്. ഞാൻ വരുന്നത് പെട്ടെന്നായിരിക്കും, അപ്രതീക്ഷിതമായിട്ടായിരിക്കും, നീ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഞാൻ വരുന്നത്. ആ അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് മൈ റിവാർഡ് ഈസ് വിത്ത് മീ ടു ഗിവ് എവ്രി മാൻ അക്കോർഡിംഗ് ആസ് ഹിസ് വർക്ക് ഷാൽ ബി. സഹോദരന്മാരെ, കർത്താവിൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ചെയ്തതിനൊക്കെ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ദൈവമക്കളാകുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അവിശ്വാസികളായി ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അവിശ്വാസികളുടെ പ്രതിഫലം എന്ന് പറയുന്നത് ന്യായവിധിയാണ്. നമുക്കതറിയാം. 20-ാം അധ്യായത്തിൽ കണ്ടതുപോലുള്ള ന്യായവിധി. വിശ്വാസികൾക്ക്, ദൈവമക്കൾക്കുള്ള പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അത് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, മധ്യാകാശത്ത് ദൈവസഭയോടുകൂടെ കർത്താവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ആ സമയത്ത് അതൊക്കെയാണ് നടക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണവും ഒക്കെ അവിടെ നടക്കും. ആ സമയത്താണ് താഴെ മഹാപീഡ അല്ലെങ്കിൽ മഹോപദ്രവ കാലഘട്ടം നടക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പ്രതിഫലം കർത്താവിന്റെ കയ്യിലുണ്ട് കേട്ടോ. ചെറുതോ വലുതോ ആയ രീതിയിലായിക്കൊള്ളട്ടെ, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, അവിടുത്തെ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും, കർത്താവിന്റെ വേലയിൽ വിശ്വസ്തയോടെ ചെയ്താൽ, അവന്റെ വചനത്തെ പ്രമാണിച്ചാൽ, കർത്താവിന്റെ പ്രതിഫലം കർത്താവിന്റെ കയ്യിലുണ്ട്, നമുക്ക് തരുവാനുള്ള പ്രതിഫലം. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. എനിക്ക് അപ്പുറമായിട്ട് ഒന്നുമില്ല. ഞാൻ എല്ലാത്തിൻ്റെയും അധികാരിയാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ഉടയവനാണ്. ഹല്ലേലൂയ. ഞാൻ എല്ലാമാണ്. കർത്താവ് പറഞ്ഞ എവ്രിതിങ് ഈസ് മീ. ഹല്ലേലൂയ. പരമാധികാരത്തെ കുറിച്ചാണ്, സോവറിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. പരമാധികാരത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു, ആദിയും അന്തവുമാകുന്നു. കാരണം I have the power to do anything and everything. എല്ലാം ചെയ്യുവാനുള്ള അധികാരം എൻ്റെ ഉണ്ട്. അത് മൂലത്തെ വാക്യങ്ങളെ ചേർത്തിട്ടാണ് കർത്താവ് പറയുന്നത്. നിനക്ക് ഇനി അഴുക്കാകണമെങ്കിൽ അഴുക്കാകുക, നിനക്ക് ഇനിയും പാപം ചെയ്യണമെങ്കിൽ പോയി പാപം ചെയ്യുക, നീ നീതിയിൽ ജീവിക്കുന്നുവെങ്കിൽ നീതിയിൽ ജീവിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുന്നുവെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുക. ഞാൻ വേഗം വരികയാണ്, ഓരോരുത്തരും കൊടുക്കുവാനുള്ള ഫലം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അൽഫയും ഒമേഗയുമാണ്. ഇത് ചേർത്തൊരു വാക്യമായിട്ട് പറയാൻ, ഞാനാണ് അധികാരി, എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. 14-ാമത്തെ വാക്യം പറയുന്നു, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ ബി ആറ്റിറ്റ്യൂഡിന്റെ അവസാനത്തെ 7-ാമത്തെ ബി ആറ്റിറ്റ്യൂഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലുള്ള ബി ആറ്റിറ്റ്യൂഡിന്റെ 7-ാമത്തെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്, ആരാണ് ഭാഗ്യവാന്മാർ? മുമ്പേ നമ്മളൊരു ഭാഗ്യവാന്മാരെ കുറിച്ച് കേട്ട് എന്തോ അറിയാമോ? ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് 7-ാമത്തെ വാക്യത്തിൽ കേട്ടു. ഇവിടെ പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളോട് പറയുക, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കണമെന്ന്. കർത്താവിന്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കണമെന്ന്. കർത്താവിന്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ വസ്ത്രങ്ങളെ അലക്കി കഴുകി വെളുപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ജീവിതം വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിപ്പാനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമുള്ള ജീവവൃക്ഷത്തിൽ നമുക്ക് അധികാരമുണ്ടാകും. അധികാരം എന്ന് പറഞ്ഞാൽ അവകാശമുണ്ടാകും. കർത്താവിന്റെ ഗോപുരത്തിലൂടെ നമുക്ക് അകത്ത് കടക്കുവാനായിട്ട് കഴിയും. വേറൊരു വഴിയുമില്ല. ഹല്ലേലൂയ. നേരായ വഴിയല്ലാതെ, ഗോപുരത്തിലൂടെ കടക്കുന്ന വഴിയല്ലാതെ മറ്റൊരു വഴി ഈ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കുമില്ല. അതിനുവേണ്ടി നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ വസ്ത്രങ്ങളെ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ രക്തത്തിൽ കഴുകി കർത്താവിന്റെ നീതിയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് ജീവിക്കണമെന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഇവിടെ പറയുകയാണ് നായ്ക്കൾ. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഈ നായ എന്ന് പറയുന്ന മൃഗത്തെ കുറിച്ചല്ല പറയുന്നത്. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഇമ്മോറൽ, അതല്ലെങ്കിൽ സ്പിരിച്വലി ഇമ്മോറൽ എന്നുള്ള അർത്ഥമാണ് അതിനകത്ത് പറയുന്നത്. നായ്ക്കളെ കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കൊക്കെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നായ ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നത് പോലെ എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ സ്പിരിച്വൽ ഇമ്മൊറാലിറ്റിയെ കുറിച്ചാണ്, അധാർമികതയെക്കുറിച്ചാണ്, ദൈവം ഇല്ലാത്ത വഴിയിൽ നാം ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ ആരും തന്നെ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഈ വാക്കുകളെടുത്ത് നമ്മൾ ലിറ്ററലി വ്യാഖ്യാനിക്കരുത്. സ്വർഗത്തിൽ നായ്ക്കളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ ഇവിടുത്തെ നായ്ക്കുട്ടികളൊന്നും അവിടെ ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല. നായ്ക്കൾ എന്നുള്ളത് സ്പിരിച്വൽ മീനിങ്ങിലാണ് എഴുതിയിരിക്കുന്നത്. സ്പിരിച്വലി ഇമ്മോറൽ ആയിട്ടുള്ളവര്. അതുപോലെ ക്ഷുദ്രക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ദുർനടപ്പുകാര് അറിയാമല്ലോ. ദുർനടപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് പഠിച്ചത് കൊണ്ടും നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നത് കൊണ്ടും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദുർനടപ്പുകാരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വഴി വിട്ട് വേറെ ഏതൊരു വഴിയിൽ നടന്നാലും അത് ദുർനടപ്പാണ്. അത് ലോകത്തിന്റെ പിന്നാലെ പോയാൽ, നമ്മുടെ ഇഷ്ടപ്രകാരം പോയാൽ അത് ദുർനടപ്പാണ്. ഹല്ലേലൂയ. ദുർനടപ്പുകാർ കൊലപാതകന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കുത്തിക്കൊല്ലുന്നതോ വെട്ടിക്കൊല്ലുന്നതോ മാത്രമല്ല, വെടിവെച്ച് കൊല്ലുന്നതോ മാത്രമല്ല. ദൈവവചനപ്രകാരം കൊലപാതകന്മാരെന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ നീ കൊലപാതകനാ, സഹോദരനോട് കോപിച്ചാൽ നീ കൊലപാതകനാ. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ കാണണം. ദൈവവചനപ്രകാരം ആര് കൊലപാതകം ചെയ്യുന്നു അവരാരും സ്വർഗരാജ്യത്തിൽ കാണത്തില്ലെന്ന് അതിന്റെ അർത്ഥം. ദൈവവചനപ്രകാരം ആര് ദുർനടപ്പാചരിക്കുന്നുവോ, ദുർനടപ്പെന്ന് പറഞ്ഞാൽ വേശ്യാലയത്തിൽ പോകുന്നതോ മറ്റു സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ പിന്നാലെ പോകുന്നത്, അത് ഈ ലോകത്തിന്റെ ദുർനടപ്പാണ്. പക്ഷേ ദൈവവചനപ്രകാരം ദുർനടപ്പെന്ന് പറഞ്ഞാൽ കർത്താവിനെ വെക്കേണ്ടിടത്ത് മറ്റൊന്നിനെ വെക്കുക, കർത്താവിന്റെ പിന്നാലെ പോകേണ്ടതിന് പകരം മറ്റൊന്നിന്റെ പിന്നാലെ പോവുക, അതാ ദുർനടപ്പെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നു, ബിംബാരാധികൾ, ക്ഷുദ്രക്കാര്, കൊലപാതകന്മാര്, ബിംബാരാധികള്, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ. നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഈ കള്ളം പറയുന്നത് സ്വർഗരാജ്യത്തിൽ എത്താത്ത പാപം വല്ലതും ആണെന്ന്. നമ്മളൊക്കെ വേറെ ലാഘവത്തോടെ കള്ളം പറയും, തമാശയ്ക്കും കള്ളം പറയും, കാര്യമായിട്ടും കള്ളം പറയും. ഇവിടെ പറയുന്നു, ഭോഷ്കിൽ പ്രിയപ്പെടുന്ന ഒരുത്തനും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് ഭോഷ്കിനെ കുറിച്ചാണ്. വെളിപാട് പുസ്തകത്തിൽ നോക്കി, കള്ളം പറയുന്നവരെ കുറിച്ച്, നിസ്സാര കാര്യങ്ങൾക്ക് കള്ളം പറയുന്നതിനെ കുറിച്ച്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയുന്നതിനെ കുറിച്ച്, ഹല്ലേലൂയ, തമാശയ്ക്ക് കള്ളം പറയുന്നതിനെ കുറിച്ച്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം നമ്മൾ എടുക്കണം. ഇവിടെ ഏറ്റവും ഒടുവിൽ കർത്താവ് തന്നിരിക്കുന്ന ദൂത്, ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദൂത്, കള്ളം പറയുന്നവരാരും സ്വർഗരാജ്യത്തിലെത്തത്തില്ല. കള്ളത്തിൽ ഇഷ്ടപ്പെടുന്നവരാരും സ്വർഗരാജ്യത്തിലെത്തത്തില്ല. കള്ളം പറയുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരാരും, അത് വക്കീലന്മാരായിക്കൊള്ളട്ടെ, ജഡ്ജിമാരായിക്കൊള്ളട്ടെ, രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ, പാസ്റ്റർമാരായിക്കൊള്ളട്ടെ, ഈ ലോകത്തിലുള്ള ആരും ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചാൽ, നീ കള്ളം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രേരിപ്പിച്ചാൽ പോലും നീ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല എന്നാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ നാളുകളിൽ ഈ ഭോഷ്ക് പറയുന്ന സ്പിരിറ്റിനെ നമുക്ക് വെറുക്കണം. ഭോഷ്ക് പറയുന്നതിനെ ജയിക്കുവാനുള്ള കൃപ നമുക്ക് തരണം. കർത്താവെ, എൻ്റെ നാവിൽ നിന്ന് ഭോഷ്കിനെ നീക്കണമേ കർത്താവെ. കള്ളം പറയുവാൻ, അല്ലെങ്കിൽ കള്ളത്തിൽ സന്തോഷിപ്പാൻ, കള്ളം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഇതൊക്കെ എന്നിൽ നിന്ന് മാറ്റണമേ. അതിനെ വെറുക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് അതിനുള്ള കൃപ തരും. ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു പറിക്കുന്നില്ല, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈക്വലായിട്ടുള്ള ഒരു വിഷയം അവിടെ എഴുതിയിരിക്കുന്നത്, അതേ ലൈനിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഭോഷ്ക് പറയുന്നവരും അതിൽ പ്രിയപ്പെടുന്നവരാരും സ്വർഗരാജ്യത്തിലെത്തത്തില്ല. So let us take it seriously, my brothers, my sisters. കർത്താവിനോട് പറ, പരിശുദ്ധാത്മാവിനാൽ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. വി ഓൾ നീഡ് ഗ്രേസ് ഓൺ ദാറ്റ്. നമുക്ക് എല്ലാവർക്കും അതിന് കൃപ ആവശ്യമുണ്ട്. 16-ാമത്തെ വാക്യം നോക്കി. ഫോർ ദ ഫസ്റ്റ് ടൈം, ദൈവവചനത്തിൽ വേറെ എങ്ങും തന്നെ ഈ ഒരു വാക്യം കാണത്തില്ല. എന്താണെന്നറിയാമോ? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എൻ്റെ ദൂതനെ അയച്ചു. യേശു എന്ന ഞാൻ, അധികാരത്തോടെ കർത്താവ് പറയുക, യേശു എന്ന ഞാൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പൊ സ്വർഗത്തിൽ കർത്താവിന്റെ പേര് യേശു എന്നും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. കാരണം യേശു എന്നുള്ള പേര് ഈ ഭൂമിയിൽ കൊടുത്തത് ആരാന്നറിയാമോ? സ്വർഗത്തിൽ നിന്നുള്ള ദൈവം തന്നെയാ, അല്ലേ? ജോസഫിനോട് എന്താണ് കർത്താവ് പറഞ്ഞത്? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവന്റെ പേര് യേശു എന്നിടണം. കാരണം എന്താണെന്നറിയാമോ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. സ്വർഗം അവനിട്ട പേരാണ് യേശു. അപ്പൊ സ്വർഗത്തിൽ ആ പേരുണ്ട്, യേശു. ഇവിടെ കർത്താവ് പറയുക, യേശു എന്ന ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ഞാൻ.
ഹല്ലേലൂയ. സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. അവിടെ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഇവിടെ നോക്കി ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഐ ആം ദ റൂട്ട് ആൻഡ് ദ ഓഫ് സ്പ്രിങ് ഓഫ് ഡേവിഡ്. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്രൂട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ റൂട്ട് ആൻഡ് ദ ഫ്രൂട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വേരും ഞാനാണ്, ഫലവും ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന് മുമ്പേ ഉണ്ടായവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ ദാവീദ് നിൽക്കുന്നത് എന്നിലാണ്. അതോടൊപ്പം തന്നെ ഞാൻ ദാവീദിന്റെ സന്തതിയുമാണ്. ദൈവത്വവും മനുഷ്യത്വവും അമേസിങ് ആണ്. ഹല്ലേലൂയ. ഞാൻ ദാവീദിന്റെ വേരും വംശവും, മലയാളത്തിൽ വംശം എന്ന് എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഓഫ് സ്പ്രിങ് എന്ന, ഫലമെന്ന. ഇങ്ങനെ മലയാളത്തിൽ വായിക്കേണ്ടത് നമ്മൾ ഞാൻ ദാവീദിന്റെ വേരും ഫലവുമായ ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. ഞാൻ ദാവീദിന്റെ വേരാണ്, അതുപോലെ തന്നെ ദാവീദിന്റെ ഫലമാണ്. എന്ന് പറഞ്ഞാൽ ദാവീദ് എന്നിലാണ്, അതോടൊപ്പം ഞാൻ ദാവീദിന്റെ സന്തതിയായി വന്നവനാ. എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്വം, കർത്താവിന്റെ ദൈവത്വമാണ് കാണിക്കുന്നത്. ദാവീദിനേക്കാൾ മുമ്പേ ഉണ്ടായിരുന്നവൻ, ദാവീദിനെ സൃഷ്ടിച്ചവൻ, ദാവീദിനെ ഈ ഭൂമിയിൽ ആക്കി വെച്ചവൻ, അവനാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലേക്ക് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ദാവീദിന്റെ സന്തതിയായി ഞാൻ ജനിച്ചു. ഡിയറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവുമാണ് ആ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. യേശു പറയുകയാണ്, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും. ഐ ആം ദ മോർണിംഗ് സ്റ്റാർ. ഞാൻ ഉദയ നക്ഷത്രമാണ്. ഞാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഉദയം അവന്റെ ജീവിതത്തിന് ഞാൻ കൊടുക്കുന്നത്. ഐ ആം മോർണിംഗ് സ്റ്റാർ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മോർണിംഗ്, ഒരു പുതിയ ദിവസത്തെ കൊടുക്കുക, ഒരു പുതിയ ജീവിതത്തെ കൊടുക്കുക. ഐ ആം ദ മോർണിംഗ് സ്റ്റാർ. ഒത്തിരി കാര്യങ്ങൾ അതിനെ മോർണിംഗ് സ്റ്റാറിനെ കുറിച്ച് പല പല തിയോളജിക്കൽ കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതിയാകും. അടുത്ത വാക്യം 17, അടുത്ത 10 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വരുക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വരുക എന്ന് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് നിങ്ങൾ വരിക എന്ന് ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നു. അതോടൊപ്പം മണവാട്ടി എന്ന് പറയുന്നത് ദൈവസഭ പറയുന്നു. ഇന്ന് ജനറലായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇത് വായിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ വരിക, ഈ ശ്രേഷ്ഠമേറിയ ദൈവ അനുഭവത്തിലേക്ക് നിങ്ങൾ വരിക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവസഭ പറയുന്നു, മണവാട്ടി പറയുകയാണ്. കേൾക്കുന്നവനും പറയട്ടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്വം തരികയാണ്. ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കാൻ നിങ്ങൾ ഇതിലേക്ക് കടന്നു വാ എന്ന് പറയാം. ഹല്ലേലൂയ. വരുക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. എത്ര അനുഗ്രഹമായിട്ട് ഈ വചനങ്ങളൊക്കെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഒരാൾ നിത്യനരകത്തിൽ പോയി വീണു കഴിഞ്ഞാൽ കർത്താവിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റുമോ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ വചനങ്ങൾ എഴുതി കൊടുത്തിരിക്കുക ലോകത്തില്. ഇത്രയും അമേസിംഗ് ആയിട്ട് കഴിഞ്ഞ രാത്രി പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ എത്ര ശ്രേഷ്ഠമേറിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഭാഷയിൽ, നമുക്കറിയാവുന്ന എല്ലാ ഭാഷകളിലും ഇത് വായിക്കാൻ പറ്റും. ദൈവത്തിന്റെ തിരുവചനം. ഈ തലമുറയ്ക്ക് ദൈവം കൊടുത്ത നന്മ ഏതാ? ഈ തലമുറയ്ക്ക് മറ്റൊരു തലമുറകളിൽ ലഭിക്കാത്ത ഭാഗ്യമാണ് ഇത്. ആഗ്രഹിക്കുന്നവന് ഈ വചനം പഠിക്കുവാനായിട്ട് പറ്റും. അത് മാത്രമോ, അത് പഠിപ്പിക്കുവാൻ്റെ കോണം പരിശുദ്ധാത്മാവ് പലരെയും നമ്മുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. അതിനുള്ള ജ്ഞാനം കൊടുത്ത്, കൃപ കൊടുത്ത്. 18-ാമത്തെ വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലുത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിന്റെയും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇതൊന്ന് ലീഗലിസം, മറ്റേത് ലിബറലിസം. ലീഗലിസ്റ്റുകളുടെ പ്രത്യേകത എന്തെന്നറിയാമോ? നിയമവാദികൾ എന്ന് പറയും ലീഗലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ദൈവം പറയാത്തതോട് അവർ കൂട്ടിച്ചേർക്കും സഭയ്ക്കകത്ത്. ദൈവം പറയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് മനുഷ്യൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനത്തെ കളർ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നറിയാമോ ദൈവമക്കളെ? ഇവിടെ പറയുകയാണ്, ഈ ദൈവവചനത്തോട് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അപകടം, അവന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. വി ഷുഡ് നോട്ട് ബി ലീഗലിസ്റ്റുകൾ. അതുപോലെ തന്നെ ലിബറലിസ്റ്റുകളുണ്ട്. ലിബറലിസം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് കുറയ്ക്കുക ആൾക്കാർ. ഇത്രയും ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇത് രണ്ടും അപകടമാണ്. ഈ രണ്ടു കൂട്ടരും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി മാറും. ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് കീഴ്പ്പെടേണ്ടതായിട്ട് വരും. ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം നീക്കിക്കളയും. ആദ്യം എഴുതിയിരിക്കുന്നു, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ കൂട്ടാനും കുറയ്ക്കുവാനും അല്ല പോകേണ്ടത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതേപടി അനുസരിക്കുവാനുള്ള കൃപയ്ക്കായി യാചിച്ച്, കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേപടി അനുസരിപ്പാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 20-ാമത്തെ വാക്യം പറയുന്നു, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. കർത്താവ് പറയുകയാണ്, ഇതാ ഐ കം ക്വിക്കലി, ഞാൻ വേഗം വരുന്നു. നമ്മളോട് അവസാനം പറഞ്ഞു നിർത്തുക, ഞാൻ വേഗം വരുന്നു, നിങ്ങൾ തയ്യാറായിക്കോ എന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്. ഞാൻ വേഗം വരുന്നു. എന്നിട്ട് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയിലൂടെ പറയണം, ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. മാറാനാഥ, കർത്താവായ യേശുവേ, വേഗം വരണമേ. നമ്മുടെ ഹൃദയത്തിലെ നിലവിളി ഇതായിരിക്കണം, കർത്താവേ, ഈ ശ്രേഷ്ഠമേറിയ സൗഭാഗ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, അവിടുന്ന് എത്രയും പെട്ടെന്ന് വരണമേ എന്ന് പറയുന്നു. ഏറ്റവും അവസാനത്തെ നോക്കി, ദൈവവചനത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം, ദൈവം മനുഷ്യന് കൊടുത്ത ദൈവദൂതിന്റെ അവസാനത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് കൃപയെക്കുറിച്ച് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. കൃപ, ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയണമെങ്കിൽ, ഭൂമിയിൽ ശുശ്രൂഷിക്കുവാൻ കഴിയണമെങ്കിൽ, ഭൂമിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിയണമെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഭാഗ്യത്തിൽ നമുക്ക് എത്തുവാൻ കഴിയണമെങ്കിൽ, വി നീഡ് ഗ്രേസ് ഓഫ് ഗാഡ്. കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, ഹല്ലേലൂയ, ശ്രേഷ്ഠമേറിയ മഹാഭാഗ്യം. എനിക്കതിന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്കോണം വാക്കുകളിൽ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, അത്ര മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കും അത് നഷ്ടപ്പെട്ടു പോകാൻ തക്കോണം ഇടയാകരുത് ദൈവമക്കളെ. ആത്മാവ് പറയുന്നു വരിക എന്ന്, മണവാട്ടി പറയുന്നു വരിക, കേൾക്കുന്നവനും പറയട്ടെ വരിക എന്ന്. ഈ വചനങ്ങൾ കേട്ട നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതാ. നാം കണ്ടുമുട്ടുന്നവരോട് പറയുക, വരിക, ശ്രേഷ്ഠമേറിയ ഈ മഹാഭാഗ്യത്തിലേക്ക് നിങ്ങൾ വരിക. അതിന് നമുക്ക് ആവശ്യം കൃപയാണ്. കർത്താവിന്റെ സന്നിധി ഈ നാളുകളിൽ കൃപയ്ക്കായിട്ട് യാചിക്കാം. വീണ്ടും ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് പ്രതിഫലം തരട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പല രീതിയിൽ നിങ്ങൾ എന്നെ സഹായിച്ചു, അതിന് കർത്താവ് പ്രതിഫലം തരട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഈ സെഷൻസ് ഒക്കെയും നമുക്ക് അനുഗ്രഹമായി തീർന്നു, അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്നുള്ള മെസ്സേജുകളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഈ ദിവസങ്ങളിൽ ഇടയാക്കുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ മുന്നോട്ടുള്ള അനേക വർഷങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി വീഡിയോസ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധിയിൽ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമേറിയ സൗഭാഗ്യകരമായ, മനുഷ്യന്റെ ബുദ്ധിക്കോ മനുഷ്യന്റെ വാക്കുകൾക്കോ മനുഷ്യന്റെ ചിന്തകൾക്കോ ഭാവനയ്ക്കോ കണക്ക് കൂട്ടുവാൻ കഴിയുന്നതിനപ്പുറമായ, അപ്രമേയമായ ആ സ്വർഗീയ സന്തോഷം, സ്വർഗീയ സൗഭാഗ്യം ഈ വാക്കുകളിലൂടെ, തിരുവചനത്തിലൂടെ വായിപ്പാൻ കർത്താവെ ഞങ്ങൾക്കിടയാക്കിയല്ലോ. അനേകരും മാറ്റിവെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അനേകർ ഇതിനെ പ്രാധാന്യം കുറച്ച് കാണുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. അതൊരു സാധാരണ പുസ്തകം പോലെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനത്ര പ്രാധാന്യമില്ലെന്ന് കരുതുന്നുകൊണ്ടാകാം. കർത്താവെ, എന്തായിരുന്നാലും ശരി, അങ്ങ് ഞങ്ങളുടെ കൈകളിൽ തന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരുന്നത്, ഹല്ലേലൂയ, ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും ഇത് പഠിപ്പിക്കുന്നവർക്കൊക്കെയും അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അനുഗ്രഹം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ ഒരു പുസ്തകം ഞങ്ങൾക്ക് മാറ്റിവെക്കാതെ തിരുസന്നിധിയിൽ നിങ്ങളുടെ കൃപയിൽ ആശ്രയിച്ച് പഠിപ്പാൻ്റെ കോണം അവസരം തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അങ്ങ് തന്ന ലിമിറ്റഡ് നോളജിൽ, വിസ്ഡത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു കർത്താവേ. ഞങ്ങളുടെ മുമ്പിൽ യാത്ര ചെയ്തവർ, ജീവിത അനുഭവങ്ങളുള്ളവർ, സ്വർഗീയ ജ്ഞാനം ലഭിച്ചവർ, പരിജ്ഞാനം പ്രാപിച്ചവർ, പറഞ്ഞിട്ടുള്ളത്, അവർ എഴുതിയിട്ടുള്ളത്, അതൊക്കെയും നോക്കുവാനും പഠിക്കുവാനും അതിലൂടെ കുറച്ച് കാര്യങ്ങളൂടെ ഗ്രഹിക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളെ അടിയനെയും സഹോദരങ്ങളെയും സഹായിച്ചതിനായിട്ട് സ്തോത്രം. അതോടൊപ്പം തന്നെ അതാത് സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ അങ്ങ് പ്രകാശിപ്പിച്ചു തന്ന കാര്യങ്ങൾ കർത്താവെ അങ്ങയുടെ ജനത്തോട് കഴിഞ്ഞ നാളുകളിൽ പറയുവാൻ അടിയനും ഇട തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം.
അടിയങ്ങൾ പഠിച്ചതോ പഠിപ്പിച്ചതോ ഒന്നും തന്നെ അങ്ങയുടെ ഹിതത്തിന് വിപരീതമായി തീരാതിരിപ്പാൻ തക്കവണ്ണം, തിരുവചനത്തിലെ ഒരു ഭാഗങ്ങളെയും കോൺട്രഡിക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകാതെ വേണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ ക്ലാസ് തീർക്കുവാനുള്ള കൃപ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പൊ തുടക്കം മുതൽ ഇന്ന് വരെയും കർത്താവെ, ഈ ക്ലാസ് ഒന്നും കളയാതെ ഇതിനെ പഠിച്ചവര്, ഇതിനെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഹൃദയപൂർവ്വം പ്രവർത്തിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ യൂട്യൂബിൽ ഇതുണ്ടല്ലോ കർത്താവെ, ഇത് പഠിക്കുന്നവര്, ഇത് പഠിപ്പിക്കുന്നവര്, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർ, അങ്ങയെ ഭയപ്പെടുന്നവർ, അവരെ ഓർത്തും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അടിയനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എന്നോട് ചുറ്റും ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി അടിയന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷയിൽ അടിയനെ കരുതുന്ന, ബലപ്പെടുത്തുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമേറിയ ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ, പുതിയ ആകാശത്തിലെയും പുതിയ ഭൂമിയിലെയും ആ സ്വർഗത്തിലെ ജീവവൃക്ഷത്തിൽ ഞങ്ങൾ ഓഹരിക്കാരാകുവാൻ, ആ പളുങ്ക് നദിയിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കുവാൻ, കർത്താവെ അങ്ങയോടുകൂടെ ഞങ്ങൾ വസിക്കുവാൻ, ശ്രേഷ്ഠമേറിയ സ്വർഗീയ സൗഭാഗ്യത്തിൽ ഞങ്ങളെല്ലാവരെയും ആക്കി തീർക്കുമാറാകണമെന്ന് ഏഴകൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. അവസാനം അങ്ങ് പറഞ്ഞു നിർത്തിയതുപോലെ ക്രിസ്തുയേശുവിൻ്റെ കൃപ അനുനിമിഷം ഞങ്ങളെ മുന്നോട്ട് നടത്തിക്കാട്, എൻ്റെ സഹോദരങ്ങളെയും നയിച്ചാട് നടത്തിക്കാട്. സ്തോത്രം. അനുഗ്രഹിച്ചെന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തോടെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും യേശു കർത്താവെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ബലപ്രദീപത്തിന്റെ പരിശുദ്ധാത്മാവെ, അവിടുത്തെ സാന്നിധ്യവും സഹവാസവും നടത്തിപ്പും കാവലും കരുതലും ആശ്വാസവും അടിയങ്ങളെല്ലാവരോടും കൂടെ, അങ്ങയുടെ ഹിതപ്രകാരം ഈ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളോടുകൂടെ, അങ്ങയുടെ സഭയോടുകൂടെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഓരോരുത്തരോടും കൂടെ ഈ ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരോടുകൂടെ കർത്താവെ, ക്രിസ്തുയേശുവിന്റെ വരവിൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ പകൽക്കാലവും ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ജയം തന്ന പരിശുദ്ധ പിതാവിനെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, അവിടുന്ന് വേഗം വരണമേ. മാറാനാഥ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.